അറബികൾ ചോദിച്ച ചോദ്യാന്ന്, മത്തി തിന്നുന്ന മലബാരികൾക്ക് ഇത്ര വലിയ ആക്കലുണ്ടോ? അതിന് ഉമർ ഖാദി മറുപടി പറയുന്നത്, മലബാരികൾ മത്തി നല്ലോണം തിന്നാറുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ബുദ്ധി വളരാൻ മലബാരി വേറെ ഒരു സാധനം തിന്നാറുണ്ട്. അതെന്താ മോനെ? ഐസ്ക്രീമല്ല, കുഴിമന്തിയല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ കൊടുത്തതൊക്കെ സുന്നികളും ഔലിയാക്കളും സൂഫികളുമാണ്. ഒരൊറ്റ വഹാബി, ഒരൊറ്റ വഹാബി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടില്ല. ഇറങ്ങിയ KM മൗലവി ഇടയിൽ ഒളിച്ചോടി പോയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോ കടക്കണില്ല. ഇടയിൽ ഒളിച്ചോടി പോയിട്ടുണ്ട്. ഇവന്മാര് മുനാഫിക്കിന്റെ പണിയെടുത്ത് അടുത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. ഉമർ ഖാദി ആരാ? സുന്നി. വെളിയങ്കോട് ഉമർ ഖാദി നികുതി തരില്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനോട് നികുതി നിഷേധ പ്രസ്ഥാനം ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്ത മഹാനാണ് ഉമർ ഖാദി ബിനംകുത്തി റളിയല്ലാഹു അൻഹു. മമ്പറത്ത് മറപെട്ട് കിടക്കുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു, ബ്രിട്ടീഷുകാരന്റെ പേടിച്ചൊപ്പനമായ മമ്പുറന്നങ്ങള് ഖുതുബുസ്സമാൻ, ഔലിയാക്കളിൽ ചെറിയ ആളല്ല. ഖുതുബുസ്സമാൻ, ആ കാലഘട്ടത്തിന്റെ ഖുതുബാൻ സുന്നിയാണ്. ആലി മുസ്ലിയാര് ആരാ? സുന്നിയാണ്. ടിപ്പു സുൽത്താൻ ആരാ? വഹാബികളെ ഇങ്ങടെ ആളല്ല ടിപ്പു സുൽത്താൻ. എല്ലാ മഖ്ബറിന്റെ അടുത്ത് പോയിട്ടും സിയാറത്ത് ചെയ്യുന്ന ആളാ ടിപ്പു. എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിച്ച ആളാ ടിപ്പു. പള്ളി ദർസിന് ഭൂമി വഖഫ് കൊടുത്ത ആളാ ടിപ്പു. കൂട്ടത്തിൽ അമ്പലത്തിനും കൊടുത്തിട്ടുണ്ട്. അതൊരു ഭരണാധികാരി എന്ന കൺസെപ്റ്റിൽ ചെയ്തതാണ്. ഗുരുവായൂർ ദേവസ്വത്തിന് 100ഓളം വരുന്ന ഏക്കർ ഭൂമി ടിപ്പു സുൽത്താൻ കൊടുത്തതിന്റെ രേഖ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അദ്ദേഹം അമ്പലം പൊളിയനല്ല, അദ്ദേഹം ക്ഷേത്രം പൊളിയനല്ല. ബ്രിട്ടീഷുകാർ എഴുതി വെച്ച വൃത്തികെട്ട കഥകൾ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വൃത്തികേടുകൾ എഴുതി വെച്ച് ഡിവൈഡ് ആൻഡ് റൂൾസ് ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് അവർ. ചരിത്രങ്ങളെ കൃത്യമായി നമ്മൾ പഠിക്കണം. ചരിത്രങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കണം, കൃത്യമായി പഠിക്കണം. ഇവിടെ ഇംഗ്ലീഷുകാർ എഴുതി വെച്ച വൃത്തികേടുകൾ ചരിത്രമുണ്ട്. അത് വായിച്ചിട്ടാണ് നമ്മൾ തമ്മിൽ തല്ലുന്നത്. അതിന്റെ പേരിൽ ആ ബാബരി മസ്ജിദിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ ചരിത്രങ്ങളിൽ വെള്ളം കലർത്തി ഇംഗ്ലീഷുകാർ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ അവർ കണ്ടുപിടിച്ച മാർഗമാണ് ഡിവൈഡ് ആൻഡ് റൂൾസ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചരിത്രങ്ങളെ കൃത്യമായി പഠിക്കണം. ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പരിശ്രമിച്ച മുസ്ലിങ്ങൾ നേതാക്കളുടെ ചരിത്രത്തൊക്കെ അവരൊക്കെ സുന്നികളാ. അലി മുസ്ലിയാർ സുന്നിയല്ലേ? വാര്യകുന്നത്ത് കുഞ്ഞാമദാജി സുന്നിയല്ലേ? വഹാബിയാണോ? അല്ല. നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുത്തോക്ക്. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വളരെ പ്രമുഖനാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കാണണോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ ചെന്ന ഉമർ ഖാദി തങ്ങള് ആ റൗളന്റെ നേരെ നിന്നിട്ട് ഇങ്ങനെ രണ്ട് കണ്ണിലും ഇങ്ങനെ വെള്ളം നിറച്ചിട്ടൊരു ബൈത്ത് ചൊല്ലുകയാണ്. യാ കിറമൽ ഖുറമ അലാ ഇതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബൈത്തങ്ങ് ചൊല്ലിയപ്പോൾ അതുവരെ ബന്ധിക്കപ്പെട്ടിരുന്ന റൗദ ശരീഫിന്റെ ആ കതകങ്ങ് തുറക്കപ്പെടുകയാണ്. അപ്പോഴാ അറബികൾ ചോദിക്കുന്നത്, മത്തി തിന്നുന്ന മലബാരികൾക്ക് ഇത്ര വലിയ അക്കലുണ്ടോ? അറബികൾ ചോദിച്ച ചോദ്യാന്ന്, മത്തി തിന്നുന്ന മലബാരികൾക്ക് ഇത്ര വലിയ അക്കലുണ്ടോ? അതിന് ഉമർ ഖാദി മറുപടി പറയുന്നത്, മലബാരികൾ മത്തി നല്ലോണം തിന്നാറുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ബുദ്ധി വളരാൻ മലബാരി വേറെ ഒരു സാധനം തിന്നാറുണ്ട്. അതെന്താ മോനെ? ഐസ്ക്രീമല്ല, കുഴിമന്തിയല്ല, അൽഫഹമല്ല, സാൻഡ്വിച്ച് അല്ല. എന്താണ് തിന്നാറുള്ളത്? അക്കലല. ഞങ്ങൾ അക്കലല തിന്നുന്ന ആളാ. അക്കല്, വാട്ട് ഈസ് ദ മീനിങ്? അക്കൽ, ബ്രെയിൻ, ബുദ്ധി. ബുദ്ധിയല. ഏതായി ബുദ്ധിയല? ഉമർ ഖാദി പറഞ്ഞു, ഞങ്ങൾ അക്കലല തിന്നുന്നുണ്ട്. ഏതായി അക്കലല? അറിയാമോനെ? അലാ ഇന്നാർക്കാനൽ മുറുക്കാനി തമ്പുലു. ഉമർ ഖാദിയുടെ ബൈത്താണത്. മുറുക്കാൻ, മലയാളത്തിൽ മുറുക്കാൻ എന്ന് പറയും. മുറുക്ക, വായിലിങ്ങനെ ഇട്ടിട്ട് ചവച്ചു തുപ്പണില്ലേ? അതിലൊന്നാമത്തെ സാധനമാണ് വെറ്റില. ഇവിടെ എന്താ പറയാന്നറിയില്ല. കർണാടകയിൽ എന്താ പറയാ?
വെറ്റില, ബുദ്ധി വളരാൻ, വയറ് ക്ലിയറാവാൻ, പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന പെണ്ണിന്റെ പ്രസവം സുഖപ്പെടാൻ വരെ വെറ്റിലക്ക് പവറുണ്ട്, ആ നീരിന് പവറുണ്ട്. ഉമർ ഖാദി അറബികൾ കൊടുത്ത മറുപടിയാ, ഞങ്ങൾ മത്തി കൂടുതൽ തിന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുദ്ധി വളരാൻ ഞങ്ങൾ ആ കലല തിന്നുന്നുണ്ട്. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് ബന്ധിച്ചിരുന്ന ചങ്ങല തുറന്നു ബൈത്തിയല്ലിയിട്ട് ഇത്ര വലിയ കറാമത്ത് കാണിച്ച ഉമർ ഖാദിക്ക് ഇത്ര വലിയ പവർ കിട്ടാനുള്ള കാരണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇന്ന തസവ്വുഫ കുല്ലഹു ഫമിനൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ വഅവിലാ. ഏത് മഹാന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുകയോ അവരുടെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ അദബുണ്ട്, മര്യാദയുണ്ട്, വിനയുണ്ട്, ബഹുമാനുണ്ട്. ഉമർ ഖാദി ഇത്ര വലിയ ദർജയിലെത്താനുള്ള കാരണം എന്താണെന്നറിയോ? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ദർസുലോതി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉസ്താദ് ആ ഉമർ ഖാദി എന്ന ചെറിയ കുട്ടിയാണ്. ഈ കുട്ടിയെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. ഒരു വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് യാത്ര. ഉമർ ഖാദിയുടെ ഉസ്താദ് പറഞ്ഞു, മോനെ ഉമറെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ വീട്ടിൽ പോയി ആ വീട്ടുകാരനെ കണ്ട് വളരെ പെട്ടെന്ന് വരാം, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഉമർ ഖാദിനെ പുറത്തു നിർത്തി. ഉസ്താദ് അകത്ത് കയറിയപ്പോൾ വീട്ടുകാരൻ ഉസ്താദിനെ കൊണ്ടുപോയിട്ട് വലിയ സൽക്കാരങ്ങളൊക്കെ നടത്തി. വർത്താനത്തിന്റെ ഇടയിൽ ഉമർ ഖാദി ശിഷ്യന്റെ കാര്യം, ഉമർ ഖാദിയുടെ ഉസ്താദ് ശിഷ്യന്റെ കാര്യം മറന്നുപോയി. ഉമർ ഖാദി അകത്തുള്ള പുറത്തുള്ള കാര്യം മറന്നുപോയി. ആ വീട്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, സമയം വൈകിയില്ലേ, അന്ന് കാറും ബസ്സൊന്നുള്ള കാലം കുറവാണല്ലോ, അതുകൊണ്ട് ഉസ്താദ് തൽക്കാലം റെസ്റ്റ് എടുത്തോ. ഒന്ന് റെസ്റ്റ് എടുത്തോ ഉസ്താദ്, ഈ റൂം ഇവിടെ ഉണ്ട്, സുബഹിക്ക് പോയാൽ മതി ഉസ്താദ്, അത് അവിടെ ഉറങ്ങിക്കോളിയാണ്. അപ്പോൾ ഉസ്താദിന് നല്ല ക്ഷീണമുണ്ട്, ഉസ്താദ് അവിടെ പോയിട്ട് ഉറങ്ങാൻ കിടന്നു. മോനെ, അറ്റൻഷൻ പ്ലീസ്, മൈക്ക് ഓപ്പറേറ്റർ പ്ലീസ് കം, പ്ലീസ് കം, ഒന്ന് കൂട്ടിക്കൊടുത്താൽ മോനെ, ലേശം ഒന്ന് കൂട്ടിക്കൊടുക്ക്. അങ്ങേര് പോയോ? പൈലറ്റ് ഇല്ലാത്ത വിമാനം എന്ന് കേട്ടിട്ടുണ്ട്, ഓപ്പറേറ്റർ ഇല്ലാത്ത മൈക്ക് ഉണ്ടോ അവിടെ? അത് അത്യന്താധുനിക സംവിധാനമല്ലേ. ഇപ്പൊ ഒന്നും ആവശ്യമില്ല, കാരണം ലോകം ഇങ്ങനെ ഭയങ്കര ടെക്നോളജി വർദ്ധിച്ചു വരികയല്ലേ. വർദ്ധിച്ചപ്പോ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? കേരളത്തിന് സംഭവിച്ചു. എന്താ നിങ്ങൾ അറിഞ്ഞില്ലേ? ആണ് പ്രസവിച്ചു. ഇനി പെണ്ണുങ്ങൾ നമ്മുടെ മുമ്പിൽ തോറ്റു. പണ്ട് പെണ്ണുങ്ങൾ നമ്മളെ പേടിപ്പിച്ചിരുന്നത്, നിങ്ങളെ എത്ര കളിച്ചാലും ഈ പണി നിങ്ങളെ കൊണ്ടുവച്ചോ. പണ്ട് കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചന്റെ ഒരു കഥ ഉണ്ട്. അത് നുണയെന്നല്ല കേട്ടോ, ഉള്ള കഥ തന്നെ. കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും സാങ്കല്പിക കഥയൊന്നല്ല, അത് ഒറിജിനലാണ്. കുഞ്ഞായി മുസ്ലിയാർ വലിയ സൂഫിയാണ്, സുന്നിയാണ്. അദ്ദേഹത്തിന്റെ മക്കബറ കണ്ണൂർ ജില്ലയിലുണ്ട്. മങ്ങാട്ടച്ചൻ ഒരു ഭക്തനായിരിക്കുന്ന ഹിന്ദുവാണ്. ഇവർ തമ്മിലുള്ള സൗഹാർദ്ദം വളരെ രസകരമായ സൗഹാർദ്ദമാണ്. വെറുതെ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമില്ല, ബുദ്ധിയുള്ള കാര്യമായി പറയാം, ബുദ്ധിയാണ് പറയാം. ഒരു ദിവസം മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാർക്ക് ഒരു വയലുണ്ടാവും. മങ്ങാട്ടച്ചന് പോയി കുഞ്ഞാമൂവിന്റെ വാല് കേൾക്കാൻ ഞാനുണ്ട്, പോരെന്ന് പറഞ്ഞു കൊണ്ടായി. മങ്ങാട്ടച്ചതുപോലെ കസാരയിലിരുന്നു. കുഞ്ഞാമു മുസ്ലിയാർ വാല് തുടങ്ങി ഇങ്ങനെ പറഞ്ഞ് മഹ്ശറയിലൊക്കെ എത്തി. മഹ്ശറയിലെ കഥ പറഞ്ഞപ്പോ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു, ഒരാളുടെയും ഒരു വസ്തുവും നിങ്ങൾ മോഷ്ടിക്കരുത് ജനങ്ങളെ, കക്കരുത്, മോഷ്ടിക്കരുത്. കട്ടാൽ മോഷ്ടിച്ചാൽ ആ കട്ട മുതലുമായിട്ട് നാളെ മഹ്ശറയില് തലയിലേറ്റിയിട്ട് വരേണ്ടി വരും. കുഞ്ഞായി മുസ്ലിയാരെ വാതിന്റെ മുമ്പിൽ മങ്ങാട്ടച്ചരിക്കുക. അന്ന് കൊണ്ടമ്പടിക്ക് മുണ്ടമ്പടി പറഞ്ഞ പോലെ അപ്പ ഓൺ ദി സ്പോട്ടിൽ ചോദ്യം. മങ്ങാട്ടച്ച നീച്ചെന്ന് ചോദിച്ചു, അല്ല കുഞ്ഞായ്മോ, എനിക്കിപ്പോ ഒരു സംശയം ഈ എന്ന് പറഞ്ഞപ്പോ. എന്താ ചോദിച്ചോളൂ. അല്ല, ഈ കട്ട മുതലൊക്കെ നാളെ മഹ്ശറയിൽ എല്ലാരും ഏറ്റി തലയിലേറ്റി വരൂ. ഇപ്പോഴാ നമ്മുടെ നാട്ടിൽ മതിലും സ്നേഹമതിലൊക്കെ വന്നത് അല്ലേ? ഒരു 10-25 കൊല്ലം മുമ്പേ നമ്മുടെ നാട്ടിൽ മതിലില്ല. ഈ കർണാടകയിലുമില്ല, കേരളത്തിലുമില്ല. ഞാനിവിടെ അങ്ങനെ വരുന്ന ആളല്ലേ, എപ്പോഴും കണ്ടിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു ഈ മുള എന്നൊക്കെ പറയുന്ന മുള്ളുണ്ടല്ലോ, അത് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ വേലി കെട്ടുക എന്ന് പറയും മലയാളത്തിലൊക്കെ. കർണാടകയിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അതിലുണ്ടാക്കുക, മുള്ളിങ്ങനെ ചാരി വെച്ചിട്ട് കെട്ടി, അതായിരുന്നു അന്നത്തെ മതില്. കുഞ്ഞായി മുസ്ലിയാർ പറയാണ്, ഒരു 50,000 ആൾക്കാര് ഈ മുള്ളുകെട്ട് കട്ടോരി മഹ്ശറയിൽ ഉണ്ടാവാലോ, കള്ളന്മാരുടെ കൂട്ടത്തില്. അപ്പൊ ഒരു 50,000 ആൾ ഈ മുള്ളും കെട്ടേറ്റ് നാളെ മഹ്ശറയിൽ വന്ന കുഞ്ഞാമോ, പിന്നെ ബാക്കിയുള്ളവരെ എവിടെ നിൽക്കുക ഈ മുള്ളും കെട്ട് തറഞ്ഞിട്ട്?
ഒരു യുക്തി ചോദ്യമാണ്. ഇപ്പോഴത്തെ വഹാബികളും എക്സ് മുസ്ലിമീങ്ങളും ഇമാതിരി ചോദ്യമായി ചോദിക്കണത്. അപ്പൊ കുഞ്ഞായി മൊയ്ലിയർ പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, ആ മഹ്ശറയിൽ തന്നെ 50,000 ആൾക്കാർ ലോറി ഇട്ടവരുണ്ടാവും. അവർ ലോറി തലയിലേറ്റിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. ഒരു പേടിയും വേണ്ട, ഈ മുള്ളും കെട്ട് ആ ലോറിയിൽ കെട്ടുകൊടുത്താൽ പ്രശ്നം. അത് കണ്ട ബുദ്ധിപരമായ ചോദ്യാണത്, ബുദ്ധിപരമായ ഉത്തരാണത്. രസാണെങ്കിൽ രസമുണ്ട്, ബുദ്ധിയാണെങ്കിൽ ബുദ്ധിയുണ്ട് കേട്ടോ. അപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പുറത്ത് നിൽക്കുന്ന വിവരം ഉസ്താദ് മറന്നു. ഉസ്താദ് അവിടെ റെസ്റ്റ് എടുത്തു. സുബഹിയോടടുത്ത സമയം വന്നപ്പോ, തഹജ്ജുദിന്റെ ബാങ്കിന്റെ സമയം വന്നപ്പോ ഉസ്താദിന്റെ മെമ്മറി ഒന്ന് കത്തിപ്പോയി. പടച്ചവനെ, എന്റെ ഉമർ പെട്ടെന്ന് ഓടിങ്ങ് പുറത്തു വന്നപ്പോൾ കൂരിരുട്ടിൽ ചെറിയ കുട്ടിയായ ഉമർ ഖാദി ഒറ്റക്ക് നിൽക്കുന്നു. ഉസ്താദിന്റെ 2 കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ കാര്യങ്ങൾ മറന്നുപോയതാണ് കേട്ടോ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ. ആ സമയത്ത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, ഉമർ ഖാദി അന്ന് ചെറിയ കുട്ടിയാണ്, ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ, എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാ ഞാൻ പിന്നെ പോകാൻ പാടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. ഇർഷാദു ഉസ്താദി വതൂലു സമാനി. ഉസ്താദിനെ അനുസരിക്കൽ വലിയ അദബാണ്. ഈ സമയത്ത് ഉമർ ഖാദിയുടെ തലയിൽ കൈ വെച്ച് ഉസ്താദ് ദ്വാരക്കുകയാണ്, അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉമറിനെ നീ വലിയ ആളാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ ദുആ ഫലിച്ചുപോയി. ഉമർ ഖാദി വലിയ കറാമത്തുള്ള ആളായി മാറി. ഇംഗ്ലീഷുകാര് പേര് കേട്ടാൽ വിറക്കുന്ന ആളായി മാറി. വലിയ മഹാനാണ്, വലിയ കിതാബ് തിരിയുന്ന ആളാണ്, നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദി ഇത്ര വലിയ ദർജയിലെത്താനുള്ള കാരണം വിനയമാണ്, അദബാണ്, മര്യാദയാണ്. അതിലേക്കാണ് ഈ ചരിത്രം ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ വിനയമുള്ളവരാകണം, അദബുള്ളവരാകണം, മര്യാദയുള്ളവരാകണം. അത് ദീനാണെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. എന്നോടും നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ രഹസ്യം പരസ്യം ഒന്നേ ഉള്ളൂ, അല്ലാഹുവിനെ ഇബാദത്തെടുക്കലാണ്. ഒരു വഖത്ത് നിസ്കാരം നമ്മുടെ ഖളാ ആകരുത്, ഒരു സുന്നത്തും നമ്മൾ ഒഴിവാക്കരുത്, ഒരു സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയരുത്. അതൊരു സുന്നത്തല്ലേ എന്ന് വെക്കരുത്. താടി വെക്കൽ സുന്നത്താണ്. നമ്മുടെ മജ്‌ലിസിൽ എത്രയോ ആളുകൾ താടി വടിച്ചവരുണ്ട്. ഞാൻ കുറ്റം പറയല്ല, ഒരാളെയും പേഴ്സണലായി പറഞ്ഞതല്ല, വടിച്ചവരോട് പറയുന്നു, അബദ്ധം പറ്റിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ സുന്നത്തായ താടി നമ്മൾ വെച്ചേ പറ്റുമോനെ, അതിന് എക്സ്ക്യൂസ് ഇല്ല. താടി വെക്കാത്തവനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഉലമാഇ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താടി വെക്കാത്തവനെ സാക്ഷിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. താടി വടിക്കൽ ഹറാമാണെന്നും തഹരീമിന്റെ കറാഹത്താണെന്നും പറഞ്ഞ ഉലമാക്കളുമുണ്ട്. അതുകൊണ്ട് താടി അത് വലിയ ബറക്കത്താണ്, ഒരു മുസ്ലിമിന്റെ അലാമത്താണ്. താടി നീട്ടി വെക്കണം. ഏതുവരെ? പിടിച്ചാൽ ഇതുവരെ കിട്ടണം. ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് വരെ വെട്ടിഭദ്രമാക്കി വെക്കണം. മീശ ചുണ്ടിന്റെ ചുവപ്പ് നിറം കാണുന്നത് വരെ വെട്ടണമോ? ഷാറുകൾ നമ്മൾ ഉണ്ടാവണം. നമ്മളെ കണ്ട ഒരു മുസ്ലിം തോന്നണം. എന്തിനാ നമ്മൾ മടിക്കുന്നത്? സിഖുകാർ നല്ല താടിയും തലപ്പൊക്കെ വെച്ചിട്ടല്ലേ നടക്കണം. ഞാന് 12 കൊല്ലം കോടതിയിൽ ഇങ്ങനെ ഇരുന്നത് ഈ തലകെട്ടും താടിയും ഇതേ കോലത്തിൽ തന്നെ, ഈ വെള്ളക്കുപ്പായും വെള്ളത്താടിയും വെള്ളക്കുപ്പായും ഒക്കെ വെച്ചിട്ട് തന്നെ അവിടെ ഇരുന്നത്. അപ്പോൾ ഒരു ദിവസം ഹൈക്കോടതി ജഡ്ജിയോടോ, അപ്പൊ എൻ്റെ അപ്പുറത്ത് ഹൈക്കോടതി ജഡ്ജി, ഇപ്പുറത്ത് സീനിയർ IAS പ്രിൻസിപ്പൽ സെക്രട്ടറി, നടുവിൽ ഞാനൊരു തലകെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സിറ്റിംഗ് ആണ്. ജഡ്ജി കണ്ടിട്ട് സിറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോ എൻ്റെ കൂടെ ഇരിക്കുന്ന ജഡ്ജിയോട് ചോദിച്ചു, ഇയാൾ ആരാ? അത് നമ്മൾ മിസ്റ്റർ സക്കാഫി മുള്ളൂർക്കര, കേട്ടിട്ടില്ലേ? എൻ്റെ ജഡ്ജി പറഞ്ഞു, വലിയ പ്രഭാഷകനാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് 2-2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടണു, കാറ്, ലൈറ്റ്, ബീക്കൺ ലൈറ്റ്, കൊടി, വടി, ഡ്രൈവർ ഒക്കെ കിട്ടുമ്പോൾ ഈ 1.5 രൂപയുടെ തുണിപ്പായി മാറ്റി നല്ലൊരു പാൻറ്റും ഷർട്ടിട്ട് 100 രൂപ ചോദിച്ചു. എന്നോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, സാറിനെ ഇപ്പം ഐഡന്റിഫൈ ചെയ്തത്, സാർ ഈ കോട്ടും പാൻറ്റും സൂട്ടിട്ട് വന്നത് കൊണ്ട് സാറിന് ജസ്റ്റിസ് എന്ന് വിളിച്ചു. സാർ റിട്ടയർ ചെയ്താലും റിട്ടയർഡ് ജസ്റ്റിസ് തന്നെ വിളിക്കാം. സാർ
ഞാനൊരു പണ്ഡിതൻ 15 കൊല്ലം കിതാബ് ഓതിയിട്ടാണ് ഞാൻ സക്കാഫി ബിരുദം കിട്ടിയത്. വെറുതെ അല്ല, ഇത് എനിക്ക് ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ നാളെ നിങ്ങളെ വെച്ചു എന്നാണ് പറഞ്ഞതാ. വേറെ റിസ്ക് ഒന്നും അതിനില്ല. ഗവൺമെന്റിന് തോന്നി എന്നെ വെച്ചു. മാറി മാറി വന്ന സർക്കാരുകൾ എന്നെ വീണ്ടും വീണ്ടും വെച്ചു. അങ്ങനെ ആ 12 കൊല്ലം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയത്. സാർ ഇതൊന്ന് റിട്ടയർഡ് ചെയ്താൽ പിന്നെ ഞാൻ റിട്ടയർഡ് ആളായി. പക്ഷേ ഒരിക്കലും മരിച്ച് ഖബറിലെത്തിയാലും സക്കാഫിക്ക് റിട്ടയർമെന്റ് ഇല്ല സാർ. അതെന്നും സക്കാഫി തന്നെയാണ്. അതുകൊണ്ട് എന്റെ ഐഡന്റിറ്റി യൂണിഫോമാണ് സാർ. അതുകൊണ്ട് ഈ തലേക്കെട്ട് എന്തിനു മാറ്റണം സാർ? അയാൾ എനിക്കൊരു കൈ വന്നിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ മിസ്റ്റർ സക്കാഫി, ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കാരണം കറക്റ്റാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. താടി എല്ലാവരും തൊപ്പിടണമെന്ന് സുന്നത്താണ്. പക്ഷേ തൊപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാ സുന്നത്തുണ്ട്. താടി വെച്ചേ പറ്റൂ മുസ്ലിമീങ്ങളെ, പുരുഷന്മാരെ, അത് പഠിച്ചു കളയരുത്. ചിലവർ പറയും ഇവിടെ ആകെ 2 രോമമുള്ളൂ ഉസ്താദെ, പിന്നെ ഈ കൊറ്റന്മാരെ താടി പോലെ വെക്കുമ്പോ ഒരു മോശ. ആ 2 രോമം മതി. ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനാ വെക്കുന്നത്. പണ്ടൊക്കെ ചിലവരോട് താടി വെക്കണ്ട മാത്രം പറഞ്ഞപ്പോ ചിലവർ പറയും ഉസ്താദെ ഭാര്യ സമ്മതിക്കുന്നില്ല. കിടക്കപ്പുറയിൽ ചെന്ന ഇപ്പോൾ ഈ താടി പിടിച്ചിട്ട് ബേജാറാക്ക ഒക്കെ ക്ലീൻ ഷേവ് പഠിച്ചു വരാനാ പറഞ്ഞത്. ഒറ്റ പെണ്ണുങ്ങളും നമ്മുടെ കർണാടകയിൽ സമ്മതിക്കുന്ന അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. താടി വെക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കാലം. ഇപ്പൊ ന്യൂ ജനറേഷൻ ഫാഷനായി കണ്ടുപിടിച്ചിരിക്കുന്നത് താടിയാണ്. വലിയ താടി വെച്ചിട്ട് ഒരുത്തന്നാളൊരു മീൻ കച്ചവടക്കാരൻ എന്റെ വീട്ടിൽ വന്നു, മുള്ളൂർക്കരയിൽ. വല്ലാത്ത താടി കണ്ടാലും ഒരു പേടിയുണ്ട്, ഇവൻ ഏത് കോപ്പാന്നറിയില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചോടോ ഈ സുന്നിയാണോ ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചു. എന്നിട്ട് എന്നോട് സലാം വരുന്നുള്ളൂ, മീനും മേടിക്കണുള്ളൂ, ഈ സുന്നിയാണോ ചോദിച്ചു. പൊന്നാര ഉസ്താദെ ഞാൻ മോനു തോന്നുന്ന ആളാ. അന്നാ അസ്സലാമു അലൈക്കും 1 കിലോ മീൻ എടുത്തോ. അപ്പൊ വലിയൊരു താടി കണ്ടപ്പോഴേ, കാരണം സാധാരണ സുന്നികളും ദീനന്റെ ഖാദിമികളൊക്കെ വെക്കുന്ന താടിയിൽ അപ്പുറത്തേക്കുള്ള ഒരു ലൈറ്റസ്റ്റ് താടി കണ്ടപ്പോ ചോദിച്ചു പോയതാ. അങ്ങനെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ആളുകള് താടി വെക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. താടി വെക്കണം, മീശ വെട്ടണം. അതുപോലെ നബി തങ്ങളുടെ സുന്നത്ത് ഒരുപാടുണ്ട്. ഞെരിയാണിയുടെ മുകളിലായിരിക്കണം നമ്മുടെ വസ്ത്രം. ഫുൾ കൈയുള്ള ഷർട്ട് ധരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് കൈ ചുരുട്ടി വെക്കണ്ട. ഞെരിയാണിക്ക് മുകളിൽ കിടക്കുന്ന വസ്ത്രം വേണം. താടി വെക്കണം, കഴിയാവുന്നവർ തലമറക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ വേറെയുമുണ്ട്. മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്താണ്. ഒരു ദിവസം മിനിമം 5 നേരം മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഐ ഇൻദ കുല്ലി വുദൂഇൽ. 5 നേരം വുദൂ എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല. അത്ര ശക്തിയായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യല്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. സുന്നത്താണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ ഒരു കൂട്ടര് പോയൊരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കർണാടകയിലല്ല. ഹൈക്കോടതിയിൽ പാസ്സായ പിന്നെ അത് സുപ്രീം കോടതിയിൽ വന്നാൽ കർണാടകയിലും ബാധകമാവും. എന്താ ഹർജി എന്നറിയോ? അവർ പറയണത് മുസ്ലിമീങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ അത് ആൺകുട്ടിയായാൽ 10-14 ദിവസം കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ ആൺകുട്ടിയാണെങ്കിൽ അവന്റെ ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് കഷ്ണിച്ചു കളയും. ഇതിനാണ് ചേലാകർമ്മം, സുന്നത്ത് കല്യാണം, മാർക്ക കല്യാണം. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്നെ ഓൻ പറയല്ലേ. ഒരു 3-4 പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ശരിയാവും. അതുകൊണ്ടാണ് ഞാൻ 4 വിട്ടത്. അപ്പോ അത് നിരോധിക്കണം എന്നാ പറയണത്. എന്താ കാരണം? അത് ബാലപീഡനമാണ്. 1400 കൊല്ലം മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് മാതൃക കാണിച്ചു. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അതാ സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ട നിലയിലാ പ്രസവിക്കപ്പെട്ടത്. ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ നിന്ന് നബി തങ്ങൾ വരുമ്പോൾ തന്നെ സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ട നിലയിലാ നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സുന്നത്ത് നിരോധിക്കപ്പെടണം, അത് പീഡനമാണെന്ന് പറയുന്നു. വിവരദോഷികൾ പലതും പറയുന്നു. ഇസ്ലാമിനെ കൊച്ചാക്കാൻ വേണ്ടി പലതും പറയുന്നു. ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞ് പെരുമ്പറ മുഴക്കുന്നു. സത്യത്തിൽ ആണ് പ്രസവിച്ചിട്ടില്ല, ആടിനെ പട്ടിയാക്കിയതാണ്. പെണ്ണായ മനുഷ്യന്റെ സ്ഥാനങ്ങൾ മുറിച്ചു കളഞ്ഞിട്ട് അവളുടെ ജനനേന്ദ്രിയത്തിന് ശസ്ത്രക്രിയ നടത്തിയിട്ട് അതാണാക്കി മാറ്റിയിട്ട് അവളെ പ്രസവിച്ചിട്ട് പറഞ്ഞു അവനാ പ്രസവിച്ചത്. പക്ഷേ മാറ്റാൻ മറന്നോ ഒരു സാധനമുണ്ട്, വയറിന്റെ അകത്ത് കിടക്കുന്ന യൂട്രസ്, ഗർഭപാത്രം. അതിന് ബീജം വെച്ചാൽ ബീജം വളരും. അത് പെണ്ണിന്റെ ഗർഭപാത്രമാണ്. പ്രസവിച്ചത് പെണ്ണായതുകൊണ്ട് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞു പെണ്ണിന്റെ ഉമ്മാടെ മകൻ എഴുതാൻ പാടില്ല, ബാപ്പാടെ മകൻ അച്ഛന്റെ മകൻ എന്ന് പേരെഴുതണമെന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റ് അതോറിറ്റി പറഞ്ഞു അച്ഛന് മകനില്ല, പ്രസവിക്കൽ അമ്മയുടെ പണിയാണ്, അതുകൊണ്ട് അച്ഛൻ പ്രസവിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരില്ല. അത് വല്ലാത്ത വിവാദമാവുകയാണ്. ഇതൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ ചില ഗൂഢശക്തികളുടെ ശ്രമമാണ്. പെണ്ണ് മാത്രമല്ല ആണും പ്രസവിക്കുമെന്ന് പറയാനാണ്. അതുപോലെ തന്നെ അതേ സുന്നത്ത് കല്യാണം നിരോധിക്കണമെന്ന് പറയുന്നു. ഇതാ അടുത്തൊരു കൂട്ടർ വീണ്ടും വരുന്നു സുപ്രീം കോടതിയിലേക്ക് ഹർജിയായിട്ട്. അവർ പറയുന്നത് എന്താണെന്നോ, ഇസ്ലാമിൽ ആണിന്റെ പകുതി സ്വത്തേ പെണ്ണിനുള്ളൂ, അത് പോരാ, ഫുള്ള് കിട്ടണോ. കുറച്ച് പാത്തുമാത്താനി നബീസാത്താനിയും ഒക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുക. എന്തിനാ? ഇന്ത്യയിൽ മൊത്തം, കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലൊക്കെ വരുവാ നിയമം. ഇപ്പൊ നമ്മൾ സ്വത്ത് ഭാഗം വെക്കുമ്പോ ആണിന്റെ പകുതി പെണ്ണിന്, ആ കൺസെപ്റ്റിലാണ് ഇസ്ലാമിക സ്വത്തവകാശം. ഇവിടെ മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞൊരു നിയമം നമുക്ക് അപ്ലിക്കബിൾ ആണ്. മുഹമ്മദൻ ലോ അതാണ് നമ്മൾ സ്വീകരിക്കുന്നതില്. ആ സ്വത്തവകാശത്തില് ആണിന്റെ പകുതി സ്വത്തിനാണ് പെണ്ണിന് അവകാശമുള്ളൂ. നിങ്ങളിപ്പോ നിങ്ങളുടെ മകൾക്ക് ആണിനെ പോലൊരു സ്വത്താണ് കൊടുത്താല് തെറ്റൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അവകാശം, അവകാശം എത്രയുള്ളൂ? പകുതിയുള്ളൂ. ഫുള്ള് കൊടുത്താ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മസിൽ പിടിക്കാനുള്ള ഗഡ്സ് ഇല്ല. എന്റെ അവകാശമാണ് നിങ്ങൾ കാട്ടറ എന്ന് പറഞ്ഞ് ഫുള്ള് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അവകാശം എത്രയുള്ളൂ? പകുതിയുള്ളൂ. അപ്പൊ നിങ്ങളും ചോദിക്കോ ശരിയാ? അതെന്റെ ഉസ്താദ് അങ്ങനെ, അത് ശരിയല്ലല്ലോ. ആണുങ്ങൾക്ക് കിട്ടുന്ന പോലെ പെണ്ണുങ്ങൾക്ക് കിട്ടാണ്ട് തന്നെയല്ലേ? അവിടെ എന്തിനാ പകുതിയാക്കിയത്? പകുതിയല്ല, ശരിക്ക് 200% പെണ്ണിന് കൊടുത്തപ്പോ 100% പോലും ആണിനില്ല. നിങ്ങൾ ബാക്കിയുള്ളതും കൂടി വായിക്ക്. പണ്ട് ഒരു വൈദ്യൻ കഷായത്തിന്റെ മരുന്നെയ്യ പോലെയാണ് ഇവർ ഈ വായിക്കുന്നത്. മൂപ്പര് എഴുതുമ്പോ കോമടാ മറന്നുപോയി. ചുക്ക്, മുളക്, തിപ്പലി എന്നിങ്ങനെ എഴുതി. അപ്പൊ കോമല്ലാത്തത് കൊണ്ട് ഒരുത്തം വായിച്ചു ചുക്കുമു ലഗ്പ ചഞ്ചിക്ക. എന്ത് സാധനം അത് പഠിച്ചോനെ? മൂപ്പര് കോമടാൻ മറന്നു പോയതാ. അപ്പൊ ഇവൻ വായിച്ചു പോയത് ചുക്ക്, മുളക്, തിപ്പലി, ഇഞ്ചി എഴുതിയതാ. കോമട്ടില്ല. മറ്റോ കയറി വായിച്ചു ചുക്കുമു ലഗ്പ ചഞ്ചിക്ക. എന്ത് സാധനം അത് റബ്ബേ, ഒന്നും മനസ്സിലായില്ല. എന്ന പോലെ ഇവത്തിന്റെ ഇടയിൽ എടുത്തിട്ട് പറഞ്ഞു ആണിന്റെ പകുതിയാണ് പെണ്ണിനുള്ളൂ ഇസ്ലാമില്, അതുകൊണ്ട് ഈക്വലൈസേഷൻ വേണം, തുല്യത വേണം. സുപ്രീം കോടതിയിലേക്ക് ഒരു കൂട്ടർ പോവുകയാണ്. പോണേന്റെ മുമ്പേ കഥയറിയാതെ ആട്ടം കാണരുത്. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കണം. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം. അതാണ് ഖുർആൻ.